കൊച്ചിയിൽ നിന്ന് നേരെ കോഴിക്കോട്ടേക്കൊന്ന് വരികയാണ്. ഫൈസൽ അസീസും കുറച്ച് നേരമായി നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഫൈസൽ ഉള്ളത് കോഴിക്കോട് ബീച്ചിലാണ്. ഫൈസൽ, ആദ്യം തന്നെ അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. മീഡിയ വൺ കുടുംബത്തിനൊപ്പം ചേർന്നതിന് ശേഷം ഫൈസലിൻ്റെ ആദ്യത്തെ ന്യൂ ഇയർ ആണ്. അതെങ്ങനെയാണ് ഫൈസൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഇപ്പോൾ ഫൈസൽ കോഴിക്കോട് ബീച്ചിലാണെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് അവിടെ നിന്നുള്ള വിശേഷങ്ങൾ? അജി കുഞ്ഞുമോൻ, ഏതായാലും ഹാപ്പി ന്യൂ ഇയർ. താങ്കൾക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ എൻ്റെ വക ഇരിക്കട്ടെ എന്നാണ് ആദ്യമായി ആശംസിക്കാനുള്ളത്. ഏതായാലും മീഡിയ വൺ കുടുംബത്തോടൊപ്പം ചേർന്നിട്ട് ആദ്യത്തെ ഹാപ്പി ന്യൂ ഇയർ ആണിത്. 2025 എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ കരിയറിൽ ഒരു ഗ്രോത്ത് ഉണ്ടായ വർഷമാണ്. 2026ലും അത്തരത്തിലെന്തെങ്കിലും ഗ്രോത്ത് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ആഘോഷം ഒന്ന് കാര്യമായിട്ട് അങ്ങനെ ആഘോഷങ്ങളൊന്നുമില്ല. നമ്മളിപ്പോൾ നിൽക്കുന്നത് ബീച്ചിലാണ്. ബീച്ചിലിപ്പോൾ വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായി എല്ലാവരും എത്തിയിട്ടുണ്ട്. ന്യൂ ഇയർ ആഘോഷിക്കാൻ ഉൾപ്പെടെ മറ്റു കാര്യം ന്യൂ ഇയർ ആഘോഷിക്കുക എന്നതിൽ ഊന്നിക്കൊണ്ട് തന്നെയാണ് എല്ലാവരും ബീച്ചിലേക്ക് എത്തിയിരിക്കുന്നത്. കാണാം, ബീച്ച് നിറഞ്ഞിരിക്കുകയാണ്. ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് ബീച്ചിലുള്ളത്. നേരത്തെ നമ്മൾ മാനാഞ്ചിറ പോയി, പക്ഷേ മാനാഞ്ചിറയിൽ അധികം ആളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ അതുപോലെയല്ല ബീച്ചിൽ ഇപ്പോൾ നമുക്ക് കാണാം നിരവധി പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്. കുറച്ച് കുട്ടിക്കൂട്ടത്തെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് എവിടുന്ന വരുന്നത്? നിങ്ങൾ എവിടുന്ന? തൊടുപുഴ. ഇടുക്കി തൊടുപുഴ എന്നാണ്. ആദ്യമായിട്ടാണോ കോഴിക്കോട്? അല്ല, രണ്ടാം തവണ. ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി വന്നതാണ്? ചുമ്മാ വന്നേ. നിങ്ങള് എങ്ങനെയുണ്ട് ഈ ന്യൂ ഇയർ എങ്ങനെയുണ്ട്? അങ്ങനെയൊന്നുമില്ല. ഓക്കെ, അടിപൊളിയാണ്. അപ്പോൾ ഏതായാലും അവർ തൊടുപുഴ എന്നാണ് വന്നത്. ഇടുക്കി തൊടുപുഴ എന്നാണ് അവർ ഇപ്പോൾ ഈ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി കോഴിക്കോട് ബീച്ചിലേക്ക് എത്തിയിരിക്കുന്നത്. അവർ ന്യൂ ഇയർ ആഘോഷിച്ച് എറണാകുളം ഒഴിവാക്കിക്കൊണ്ടാണ് കോഴിക്കോട് എത്തിയത്. എന്തുകൊണ്ടാണെന്ന് നമുക്ക് അവരോട് ചോദിക്കാൻ പറ്റിയിട്ടില്ല. അത് നമുക്ക് അറിയാം. അപ്പോൾ എന്തായാലും എങ്ങനെയുണ്ട് ചേട്ടാ ന്യൂ ഇയർ? അടിപൊളി. എന്തെങ്കിലും 2025 എങ്ങനെയുണ്ടായിരുന്നു? നല്ലതായിരുന്നു. കല്യാണം കഴിഞ്ഞു. ഇത് ഭാര്യയുടെ നാടാണ്. നമ്മൾ പത്തനംതിട്ടക്കാരാണ്. അപ്പം കൊള്ളാം. അപ്പോൾ കല്യാണം കഴിഞ്ഞ ഫസ്റ്റ് ന്യൂ ഇയർ അടിപൊളിയാക്കാൻ തന്നെയാണ്. അടിപൊളിയാക്കാനാണ് നിൽക്കണേ. അതെ, അടിച്ചു പൊളിക്കാനായിട്ടാണ് വന്നത്. പൊളിക്കണം. ഫൈസൽ, അത് എൻ്റെ നാട്ടുകാരാണ് കേട്ടോ, പത്തനംതിട്ടക്കാരാണ്. ഞങ്ങള് പത്തനംതിട്ടക്കാരനാണ്. അപ്പോൾ ഏതായാലും അടിപൊളി ആകട്ടെ തന്നെയാണ് നമുക്ക് ആശംസിക്കാനുള്ളത്. അത്തരത്തിൽ തന്നെ അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ആഘോഷം തന്നെയാണ് ഇപ്പോൾ ബീച്ചിൽ നടക്കുന്നത്. നമുക്ക് കാണാം നിരവധി പേര് ഇവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ, അത് ഒരുപാട് ആളുകൾ ഇവിടെ ബീച്ചിൽ ആഘോഷിക്കാനായി ന്യൂ ഇയർ ആഘോഷിക്കുന്നതിനായി എത്തിയിട്ടുണ്ട്. ഇത് ഏതായാലും അല്പം സമയത്തിനകം തന്നെ ഈ ബീച്ച് നിറഞ്ഞ് കവിയും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം അത്രത്തോളം ആളുകൾ ഇപ്പോൾ തന്നെ എത്തി. ഇനിയിപ്പോൾ ഇത് സന്ധ്യ മയങ്ങും തോറും ഇത് 2026 വരവേൽക്കുന്ന നിരവധി പേർ ഈ ബീച്ചിലേക്ക് എത്തുമെന്ന് തന്നെയാണ് പറയേണ്ടത്. അജി.